അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം വലിയ വാർത്തയാക്കിയ ഒരു സംഭവത്തിലേക്കാണ്. അസാധാരണവും അതിക്രൂരവുമായ ഒരു കേസിന്റെ വിധിയിലേക്കാണ്. പ്രമാദമായ ജിസേൽ പെലിക്കോട്ട് ബലാത്സംഗ കേസിൽ മുൻ ഭർത്താവ് ഡൊമിനിക് പെലിക്കോട്ടിന് 20 വർഷം ജയിൽ ശിക്ഷ. മറ്റ് 50 പ്രതികൾക്ക് 2 മുതൽ 15 വർഷം വരെയാണ് ശിക്ഷ. ഫ്രാൻസിലെ അവിഗ്നോൺ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. വിവരങ്ങൾ നൽകാൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മുഹമ്മദ് സ്വാലി ചേരുന്നുണ്ട്. സ്വാലി, വളരെ അസാധാരണമായ ഒരു സംഭവം. കേൾക്കുമ്പോൾ ഒരു സിനിമാ കഥയാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും. പക്ഷേ യാഥാർത്ഥ്യമാണ്, നടന്നതാണ്. വിശദാംശങ്ങൾ പറയൂ. ലോകത്തെ ഏറ്റവും വലിയ കൂട്ടബലാത്സംഗത്തിന്റെ വിചാരണയുടെ വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ജിസേൽ പെലിക്കോട്ട് 2000-ഓളം പേർ അവരെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം 20,000-ഓളം തവണ അവർ ബലാത്സംഗത്തിനിരയായി. ഈ കണക്കുകൾ തന്നെയാണ് ഇതിന്റെ ഭീതി നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അവരുടെ ഭർത്താവ് ഡൊമിനിക് പെലിക്കോട്ടാണ് ഇതിന് വേണ്ടി മറ്റുള്ളവരെ എത്തിച്ചത് എന്നതും വളരെ പ്രധാനമാണ്. ഇങ്ങനെ വീടിനകത്ത് പീഡനം നേരിടുന്ന സ്ത്രീകളുടെ പ്രതിനിധിയായി വലിയ തോതിൽ ഉയർത്തിക്കാട്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ജിസേൽ പെലിക്കോട്ട്. 2020 ഈ കേസ് പോലീസിന് മുന്നിലേക്ക് വരുന്നത്. 2011 മുതൽ 2020 വരെ അവർ കൂട്ടബലാത്സംഗത്തിനിരയായി. 2020 ഒരു മാളിൽ നടന്ന ഒരു കശപിശയെ തുടർന്ന് പോലീസ് ഈ ഡൊമിനിക് പെലിക്കോട്ടിന്റെ ഫോണും തുടർന്ന് കമ്പ്യൂട്ടറും പരിശോധിക്കാൻ ഇടയാക്കിയതാണ് ഈ സംഭവം ലോകത്തിനെ അറിയിച്ചത്. ഇതിലൂടെയാണ് ഈ വിഷ്വൽസ്, ഈ ദൃശ്യങ്ങൾ, ഇവരെ ബലാത്സംഗത്തിനിരയാക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. തുടർന്നാണ് ഇത് വലിയ തോതിൽ കേസാകുന്നതും വലിയ ലോകത്ത് എങ്ങും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നതും. അതായത് 2000-ഓളം പേർ വിവിധ ദിവസങ്ങളിലായി ഇവരെ ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു. ഇവരെ മയക്കി കിടത്തി ഈ ബലാത്സംഗത്തിന് എത്തിയവരെ വീട്ടിലേക്ക് എത്തിച്ചിരുന്നതും ഈ ഭർത്താവാണ്, ഡൊമിനിക് പെലിക്കോട്ടാണ്. ഇങ്ങനെയാണ് ഈ ജിസേൽ പെലിക്കോട്ട് കൂട്ടബലാത്സംഗത്തിന് ഇരയായിരിക്കുന്നത്. ഇപ്പോഴെങ്ങും ലോകത്തെങ്ങും ഈ വീടിനകത്ത് ലൈംഗിക പീഡനത്തിന് ഇരയാക്കപ്പെടുന്ന സ്ത്രീകളുടെ ഐക്കണായി ജിസേൽ പെലിക്കോട്ട് ലോകത്തെങ്ങും മാറിയിരിക്കുകയാണ്. രശ്മ, തീർച്ചയായും പെലിക്കോട്ട് അങ്ങനെ തന്നെ വലിയ അതിജീവിതകളുടെ ഒരു പ്രതീകമായി തന്നെയാണ് അവരെ ലോകം കാണുന്നത്. അതായത് ക്യാമറകൾ നോക്കി ചിരിച്ച് കൈവീശി കാണിച്ചായിരുന്നു ജിസേൽ ഓരോ ദിവസവും കടന്നു വന്നിരുന്നത്. സ്വാലി, അതേപോലെ തന്നെ വലിയ പ്രതീക്ഷയോടെ അവർ നിയമത്തിൽ വിശ്വസിച്ച് പോരാടി എന്നുള്ളതാണ്. നമുക്കറിയാം, ലോകത്തിൽ ഒരുപാട് മനുഷ്യർ ഈ വിധത്തിൽ, ഒരുപാട് സ്ത്രീകൾ ഗാർഹിക പീഡനം അടക്കം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഈ നിയമ പോരാട്ടത്തിൽ വിശ്വസിച്ച വലിയ പ്രതീക്ഷയോടെ അവർ പോരാടുമ്പോൾ ലോകത്തിന് മൊത്തം അവരൊരു അതിജീവിതയാവുകയാണ്, ലോകത്തിന് മുന്നിലൊരു മാതൃകയാവുകയാണ്. അങ്ങനെ ആ പേര് അവർ നടത്തിയ ധീരമായ ചുവടുവയ്പ് പോരാട്ടം എക്കാലവും ലോകം ഓർമ്മിപ്പിക്കപ്പെടും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ അസാധാരണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. വളരെ കാലം ഇതിന്റെ വിചാരണ നടപടികൾ നീണ്ടുപോയി. അവസാനമാണ് ഇന്ന് കോടതി വിധി പറഞ്ഞത്.